أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തികമായ, ശാരീരികമായ, മാനസികമായ, പൈശാചികമായ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. ദുആ വസിയത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സഫലമാക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധമായ റമദാൻ പടിവാതിലിൽ എത്തി നിൽക്കുകയാണ്. റജബ് മുതലേ നമ്മൾ കാത്തിരിക്കുന്നതാണ്. അല്ലാഹുവേ, റമദാൻ അനുഭവിക്കാനുള്ള തൗഫീഖ് നൽകണേ, വബല്ലിഗ്നാ റമദാൻ ദുആ ചെയ്യുന്നതാണ്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇന്ന് നോമ്പ് തുടങ്ങിയിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് 99.9% ഇന്ന് രാത്രി നമ്മൾ തറാവീഹ് നമസ്കരിക്കുകയാണ്. മാസപ്പിറവി കാണാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലായെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള നടപടി നമുക്കറിയാം. 30 പൂർത്തീകരിച്ച് ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾ തറാവീഹ് നമസ്കരിക്കും. 99.9% ഇന്ന് രാത്രി നമ്മൾ തറാവീഹ് നിസ്കരിക്കും. ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾ നോമ്പനുഷ്ഠിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2025 ഒരു റമദാൻ നമ്മിലേക്ക് ആഗതമാകുമ്പോൾ വളരെയധികം കലുഷിതമായ, ഭയാനകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ്, വാർത്തകൾക്കിടയിലൂടെയാണ്, അന്തരീക്ഷത്തിലൂടെയാണ് ഓരോ രക്ഷിതാക്കളും അല്ലെങ്കിൽ സമൂഹം പരിശുദ്ധമായ റമദാനിനെ നേരിടുന്നത്. എത്ര വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ കേട്ടത്. ലഹരിക്കടിമപ്പെട്ട മക്കൾ, ദീനീ ബോധമില്ലാത്ത മക്കൾ, മാതാവിനെ കൊന്നുകളയുന്ന മക്കൾ, ലഹരി ഉപയോഗിച്ചുകൊണ്ട് കുടുംബങ്ങളെ ഉപദ്രവിക്കുന്ന മക്കൾ. ഏറ്റവും ഒടുവിൽ 23 വയസ്സ് മാത്രം പ്രായമുള്ള തിരുവനന്തപുരം വെഞ്ഞാറമൂട് ഭാഗത്തുള്ള ഒരു ചെറുപ്പക്കാരൻ സ്വന്തം വെല്ലിമ്മയെ കൊന്നുകളഞ്ഞിരിക്കുന്നു, സ്വന്തം അനുജനെ കൊന്നുകളഞ്ഞിരിക്കുന്നു, സ്വന്തം കാമുകിയെ കൊന്നുകളഞ്ഞിരിക്കുന്നു, സ്വന്തം ഉമ്മയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു. സുബ്ഹാനല്ലാഹ്, ആ വാർത്ത കേട്ട് നമ്മൾ നടുങ്ങിയിരിക്കുകയാണ്. എങ്ങോട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട യുവതലമുറ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്? ദീനീ ബോധമില്ലാത്തവരായി മാറുന്നു എന്നുള്ളത് വളരെ അപകടകരമായൊരു വിഷയമാണ്. ലഹരിക്കടിമപ്പെടുന്നു എന്നുള്ളത് വളരെ അപകടകരമായ വിഷയമാണ്. ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ വിഷയത്തിൽ നിരന്തരം നമ്മൾ പല ഭാഗങ്ങളിലായി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് പരിശുദ്ധമായ റമദാൻ കടന്നു വരുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ സംസ്കരിച്ചെടുക്കാൻ, നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നന്നാകാൻ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ഈമാനികമായ ആവേശം പകർന്നു കൊടുക്കാനുള്ള ഒരു വലിയ അവസരം പരിശുദ്ധമായ റമദാനിലൂടെ ഒരുപാട് സാധ്യതകൾ തുറക്കപ്പെടുകയാണ്. ഉപയോഗപ്പെടുത്താനുള്ള ശ്രദ്ധ, താല്പര്യം, ആവേശം രക്ഷിതാക്കൾ കാണിക്കണമെന്ന് മാത്രം. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നന്നാകാൻ വിശുദ്ധമായ റമദാനിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ദുആ ചെയ്യേണ്ടുന്ന അത്ഭുതകരമായ ഒരു പ്രാർത്ഥന നമ്മൾ പഠിക്കുകയാണ്. അതിനു മുമ്പ് പരിശുദ്ധമായ റമദാൻ, ഈ റമദാനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നോമ്പ് എന്നുള്ളതാണ്. നമുക്കറിയാം, പഴയ കാലഘട്ടത്തിലൊക്കെ നോമ്പ് വന്നാലെങ്കിലും നമ്മുടെ മക്കൾ നന്നായിരുന്നു. അല്ലെങ്കിൽ റമദാൻ വന്നാലെങ്കിലും യുവതലമുറ പള്ളിയിലിരുന്ന് ഖുർആൻ ഓതുകയും എഴുത്തിക്കാഫിരിക്കുകയും കുറച്ചൊക്കെ ഇബാദത്തുകളിൽ കഴിഞ്ഞുകൂടിയിരുന്നു. എന്നാൽ പുതിയ കാലഘട്ടത്തിൽ ദീനീ ബോധമില്ലാത്തവരായി നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ മാറുമ്പോൾ റമദാനിൽ പോലും സിനിമയ്ക്ക് പോകുന്നവർ, റമദാനിൽ പോലും കള്ളു കുടിക്കുന്നവർ, റമദാനിൽ പോലും ലഹരി ഉപയോഗിക്കുന്നവർ, നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ പുതിയ ജനറേഷന്റെ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് ആത്മീയത കൊടുക്കാൻ, അവർക്ക് ഈമാൻ അവരുടെ ഹൃദയത്തിലേക്ക് നിറച്ചു കൊടുക്കാനുള്ള വലിയ അവസരമാണ് പരിശുദ്ധമായ റമദാനിലെ നോമ്പ്. ഏറ്റവും വലിയ ആരാധന, റമദാനിന്റെ പ്രത്യേകത നോമ്പ് തന്നെയാണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, ഉരിയൽ ഇസ്ലാം, ഇസ്ലാമിനെ കെട്ടിയിടപ്പെട്ടിരിക്കുന്നത്. പട്ടം കെട്ടിയിടും, കെട്ടഴിച്ചാൽ പട്ടം പാറിപ്പോകും എന്നതുപോലെ ഇസ്ലാം ഒരു പട്ടമാണ്. ആ ഇസ്ലാമിനെ കെട്ടിയിട്ടിരിക്കുന്ന ചരട് 3 വിഷയങ്ങളാണ്. ഈ 3 വിഷയങ്ങളില്ല എങ്കിൽ ചരട് പൊട്ടിയ പട്ടം പോലെ ഇസ്ലാം പറന്നു പോകും.
വീണ്ടും പറയുന്നു ഖവാഇദുദ്ദീനി, ദീനിന്റെ അടിസ്ഥാനം, ഫൗണ്ടേഷൻ. ഒരു വീട്, ആ വീടിന്റെ തറ ദുർബലമായാൽ വീട് തകർന്ന് തരിപ്പണമായി പോകും. ചെറിയ കാറ്റടിച്ചാൽ മതി, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും മഴ പെയ്താൽ മതി, എന്തെങ്കിലും ചെറിയ പ്രകൃതി ദുരന്തം ഉണ്ടായാൽ മതി, പെട്ടെന്ന് തകർന്നു പോകും. ഫൗണ്ടേഷൻ ശരിയല്ല എങ്കിൽ ദീനിന്റെ ഫൗണ്ടേഷൻ, ദീനിന്റെ തറ, ദീനിന്റെ അടിസ്ഥാനം എന്നുള്ളത് 3 വിഷയങ്ങളാണ്. ഈ 3 വിഷയങ്ങളില്ല എങ്കിൽ ദീന് പെട്ടെന്ന് നശിച്ചു പോകും, തകർന്നു പോകും, ദീൻ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ പരിശുദ്ധമായ ദീനിനെ കോർത്തിരിക്കുന്ന ചരട്, പരിശുദ്ധമായ ദീനിന്റെ അടിസ്ഥാനം, ഫൗണ്ടേഷൻ എന്നുള്ളത് 3 വിഷയങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു മൻ തറക മിൻഹുന്ന വാഹിദത്തുൻ ഫഹുവ കാഫിറുൻ. ഈ 3 വിഷയങ്ങളിൽ നിന്ന് ഒന്നൊഴിവാക്കിയാൽ, അവിശ്വാസപരമായി ഈമാനില്ലാതെ ഒഴിവാക്കി കഴിഞ്ഞാൽ അവൻ കാഫിറാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, മറ്റൊന്ന് 5 നേരത്തെ നമസ്കാരമാണ്. 3ാമത്തെ വിഷയം പരിശുദ്ധമായ റമദാനിലെ നോമ്പാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹും നമസ്കാരവും നോമ്പും, ഇത് 3ഉം പരിശുദ്ധമായ ഇസ്ലാമിന്റെ ചരടാണ്, പരിശുദ്ധമായ ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ്. ഇത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവന് ദീനുൽ ഇസ്ലാം ഉണ്ടാവുകയില്ല. ഇത് നമ്മുടെ മക്കൾ നിസ്കരിക്കുന്നുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചിലപ്പം പറയുന്നുണ്ടാവും, വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടാവും, പക്ഷെ നമസ്കരിക്കുന്നുണ്ടോ? നമസ്കരിക്കാത്ത മക്കൾ, അവരുടെ ദീന് പെട്ടെന്ന് തകർന്നു പോകും, അല്ലെങ്കിൽ അവരുടെ ദീന് പെട്ടെന്ന് പാറിപ്പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. മാത്രമല്ല, നിസ്കരിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഓട്ടോമാറ്റിക്കായിട്ട് നന്നാകും. നമ്മുടെ മക്കൾ നന്നാകാൻ എന്താണ് ചെയ്യേണ്ടത്? അവർ നിസ്കരിക്കുന്നവരാക്കി മാറ്റാൻ നമ്മൾ ശ്രമിച്ചാൽ മതി. 100% ഖുർആൻ ഗ്യാരണ്ടി പറഞ്ഞൊരു വിഷയമാണ്. ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കാരം നിലനിർത്തി കഴിഞ്ഞാൽ അവൻ ഒരു വടക്കത്തരത്തിലേക്ക് ഒരു മോശത്തരത്തിലേക്കും പോകില്ല, ഓട്ടോമാറ്റിക്കായിട്ട് നന്നാകും. ആ ഒരു ശീലം നമ്മുടെ മക്കൾക്ക് നമ്മൾ പകർന്നു കൊടുക്കാനുള്ള ഏറ്റവും വലിയൊരു അവസരമാണ് പരിശുദ്ധമായ റമദാൻ. 3ാമത്തെ വിഷയം എന്നുള്ളത് റമദാനിലെ നോമ്പാണ്. ആ നോമ്പ് അനുഷ്ഠിക്കുന്നില്ല എങ്കിൽ അവന്റെ ദീന് പെട്ടെന്ന് പാറിപ്പോകും, അവന്റെ ദീന് പെട്ടെന്ന് തകർന്ന് തരിപ്പണമായി പോകും. അപ്പൊ റമദാനിലെ നോമ്പ് ദീനിന്റെ നിലനിൽപ്പാണ്. അത് നമ്മുടെ മക്കളെ കൊണ്ട് ശീലിപ്പിക്കാൻ. അതുപോലെ പരിശുദ്ധമായ റമദാനുമായി ബന്ധപ്പെട്ട മറ്റ് എല്ലാ അമലുകളും, ഖുർആൻ പാരായണം, ഖത്മ് പൂർത്തീകരിക്കാൻ നമ്മുടെ മക്കൾക്ക് നമ്മൾ നിർദ്ദേശം നൽകണം. അതവരെ നന്നാക്കും. നന്നാകാനുള്ള ഏറ്റവും വലിയ മാർഗം എന്താ? റസൂലുള്ളാഹിയോട് സഹാബാക്കളെ ചോദിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മനുഷ്യരെ നന്നാക്കുന്ന 2 വിഷയങ്ങളുണ്ട്. ദിക്റുൽ മൗതി വ തിലാവത്തുൽ ഖുർആൻ. ഒന്ന് മരണചിന്തയാണ്, മറ്റൊന്ന് ഖുർആൻ പാരായണമാണ്. നമ്മുടെ മക്കളെ കൊണ്ട് ഖത്മ് പൂർത്തീകരിക്കാൻ, ഈ നിർദ്ദേശം കൊടുക്കാൻ ഈ റമദാനിൽ നമുക്ക് കഴിയണം. തറാവീഹ് നിസ്കരിക്കുന്നവരായി ശീലിപ്പിക്കണം. പള്ളിയിലേക്ക് ജമാഅത്തിന് പറഞ്ഞയക്കുന്നവരായി അവരെ നമ്മൾ ശീലിപ്പിക്കണം. ഈ രൂപത്തിൽ പരിശുദ്ധമായ റമദാനിന്റെ എല്ലാ സൽക്കർമ്മങ്ങളും, എല്ലാ പുണ്യങ്ങളും നേടിയെടുക്കാൻ നാം അവർക്ക് ശ്രദ്ധയും, അവർക്ക് ഉപദേശവും, അവർക്ക് നിർദ്ദേശവും കൊടുക്കാൻ ഈ പരിശുദ്ധമായ റമദാനിൽ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നന്നാകും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് പരിശുദ്ധമായ റമദാൻ ലോകം മുഴുവനും ഈമാനികമായ ആവേശത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ മക്കൾക്കും ആ ആവേശം നമ്മൾ പകർന്നു കൊടുക്കുക. ലഅല്ലക്കും തത്തഖൂൻ. വിശുദ്ധമായ ഖുർആൻ പറയുന്നു, എന്തിനാണ് നോമ്പ് നിർബന്ധമാക്കിയത്? തഖ്വയുള്ളവരാകാൻ വേണ്ടി. വെറും പട്ടിണി കിടന്നാൽ മാത്രം പോരാ, നമ്മുടെ വയറിന് നോമ്പുള്ളതുപോലെ നമ്മുടെ കണ്ണിന് നോമ്പുണ്ടാകണം. കണ്ണുകൊണ്ട് ഹറാം കാണാൻ പാടില്ല, കാതുകൊണ്ട് ഹറാമ് കേൾക്കാൻ പാടില്ല, നാവ് കൊണ്ട് ഹറാമ് പറയാൻ പാടില്ല, ഹറാമ് ചിന്തിക്കാൻ പാടില്ല. പരിശുദ്ധമായ റമദാനിൽ അങ്ങനെ നമ്മൾ നോമ്പെടുക്കുമ്പോഴാണ് നോമ്പിന്റെ ലക്ഷ്യമായി ഖുർആൻ പറഞ്ഞ ലഅല്ലക്കും തത്തഖൂൻ, തഖ്വ നേടിയെടുക്കാൻ നമുക്ക് കഴിയുക. ആ ഒരു സൂക്ഷ്മത രക്ഷിതാക്കളും കാണിക്കണം. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്കും ആ സൂക്ഷ്മത നമ്മൾ പകർന്നു കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് റമദാൻ നന്നാകാനുള്ള അവസരമാണ്, നമ്മുടെ മക്കളെ നന്നാക്കാനുമുള്ള അവസരമാണ്. ദുആക്ക് ഇജാബത്തുള്ള പരിശുദ്ധമായ റമദാനിന്റെ ഓരോ പ്രാർത്ഥനകളിലും നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി, അവർ നന്നാകാൻ വേണ്ടി, അവർ നിസ്കരിക്കുന്നവരാകാൻ വേണ്ടി, അവർ മാതാപിതാക്കളെ ചുറ്റിക കൊണ്ടടിക്കാതിരിക്കാൻ വേണ്ടി, അവർ മാതാപിതാക്കൾ അനുസരിക്കുന്നവരാകാൻ വേണ്ടി, ദുനിയാവിലെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാൻ, ആഖിറത്തിൽ നമ്മുടെ കൈപിടിച്ച സ്വർഗത്തിലേക്ക്
മനസ്സിലേക്ക് കൊണ്ടുപോകാൻ ഇൻഷാ അല്ലാഹ് വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയ ഒരു പ്രാർത്ഥന. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഈ ഒരു പ്രാർത്ഥന നമ്മൾ പരിശുദ്ധമായ റമളാനിൽ പതിവാക്കുക. ഓരോ പ്രാർത്ഥനയും റമളാനിൻ്റെ ഇജാബത്തുള്ളതാണ്. നമ്മൾ നിരന്തരം കൊണ്ടുവരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ നന്നാക്കട്ടെ. ഈ പരിശുദ്ധമായ റമളാൻ പൂർണ്ണമായും ഉപയോഗപ്പെടുത്താൻ നമുക്കും നമ്മുടെ ഭാര്യ, ഭർത്താക്കന്മാർ, മക്കൾ, കുടുംബങ്ങൾ എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് തരട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.